റിലയൻസ് ഗ്രൂപ്പിന്റെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസും ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ജയന്റായ ബ്ലാക്ക് റോക്കും ചേർന്നുള്ള ജിയോ ബ്ലാക്ക് റോക്ക് AMCക്കുള്ള സെബി അനുമതി ലഭിച്ചിരിക്കുന്നു. 2023 ജിയോ ഫിനാൻഷ്യൽ ഈ സംയുക്ത സംരംഭം ആദ്യമായി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചതോടെ ബ്ലാക്ക് റോക്കിന്റെ യുണീക്ക് ഇൻവെസ്റ്റ്മെന്റ് അനലിറ്റിക്സ് ഒപ്പം റിസ്ക് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമായ അലാദിൻ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി. ബ്ലാക്ക് റോക്കിന്റെ ഇന്റർനാഷണൽ ഇൻഡെക്സ് ഇക്വിറ്റിക്ക് നേതൃത്വം വഹിച്ച സിദ് സ്വാമിനാഥനാണ് ജിയോ ബ്ലാക്ക് റോക്കിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവായും ചുമതലയേക്കുന്നത്. ബ്ലാക്ക് റോക്ക് എന്നത് ഇപ്പോൾ പുതിയൊരു പേരല്ല. ശക്തമായ വിപുലീകരണത്തിലൂടെ ആഗോളതലത്തിൽ അതിവേഗമാണ് കമ്പനി തങ്ങളുടെ ആധിപത്യം ഉയർത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജർ കമ്പനിയായ ബ്ലാക്ക് റോക്ക് അവരുടെ ഇന്ത്യയിലെ ഐഹബ്സ് എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി 1200 ആളുകളെ കൂടി ഹയർ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. നിലവിൽ ഇന്ത്യയിൽ മുംബൈ, ഗുരുഗ്രാം എന്നിവിടങ്ങളിലാണ് ബ്ലാക്ക് റോക്കിന്റെ ഐഹബ്സ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 3500ഓളം ജീവനക്കാർ ഈ കമ്പനികളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. ഐഹബ്സിന്റെ പ്രവർത്തനങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ഹയറിംഗ്. എങ്ങനെയാണ് ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഗ്ലോബലി തന്നെ ഏറ്റവും വലിയ കമ്പനിയായത്? ഇന്ത്യയിൽ അവരുടെ പ്രസൻസ് എങ്ങനെയാണ് വളർത്തിയെടുത്തത്? ഇന്ത്യ അടക്കമുള്ള എമേർജിംഗ് കൺട്രികളിൽ അവരുടെ ഡൊമിനൻസ് എത്രത്തോളം ശക്തിപ്പെട്ടിട്ടുണ്ട്? നമുക്ക് പരിശോധിക്കാം. ആദ്യമായി നമുക്ക് AUM കമ്പനികൾ എന്താണെന്ന് മനസ്സിലാക്കാം. ക്ലയന്റുകൾക്ക് വേണ്ടി അവരുടെ നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് കമ്പനി എന്ന് വിളിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് ഇതിന് സിമ്പിൾ ആയ ഒരു എക്സാമ്പിൾ ആണ്. ബ്ലാക്ക് റോക്ക് അത്തരത്തിലൊരു അസറ്റ് മാനേജറായി പ്രവർത്തനം ആരംഭിക്കുന്നത് 1988 ലാരി ഫിങ്ക്, റോബർട്ട് S. കാപ്പിറ്റോ, സൂസൻ വാഗ്നർ മുതലായ കുറച്ച് എക്സ്പേർട്ടുകൾ ചേർന്ന് ആരംഭിച്ച ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനി. പ്രധാനമായും പെൻഷൻ ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനികൾ അല്ലെങ്കിൽ സോവറിൻ വെൽത്ത് ഫണ്ടുകൾ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലയന്റുകൾക്ക് വേണ്ടി ബോണ്ടുകൾ പോലുള്ള ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആണ് അവർ കൈകാര്യം ചെയ്തിരുന്നത്. കൂടാതെ ഒരു റിസ്ക് മാനേജ്മെന്റ് എന്റർപ്രൈസ് ആയി കൂടി ബ്ലാക്ക് റോക്ക് പ്രവർത്തിച്ചിരുന്നു. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ റിസ്ക് ഹാൻഡിൽ ചെയ്യുന്നതിന് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിസ്ക് മോഡലുകളും ഫൈനാൻഷ്യൽ അഡ്വൈസും നൽകുന്ന സർവീസും ചെയ്തു പോന്നു. കമ്പനി സ്ഥാപിക്കുന്നതിന് മുൻപ് US-ലെ ഫസ്റ്റ് പോസ്റ്റോൺ എന്ന ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിലാണ് ലാരി ഫിങ്ക്, കാപ്പിറ്റോ ഗൊലുക്, നൊവീക് എന്നിവർ പ്രവർത്തിച്ചിരുന്നത്. മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് മാർക്കറ്റിന് പിന്നിൽ പ്രയത്നിച്ചത് ഇവരാണ്. എന്നാൽ $90 മില്യൺ നഷ്ടം ബോസ്റ്റന്റെ തലപ്പത്തിരിക്കെ ലാരി ഫിങ്കിനുണ്ടായി. ഇതേ തുടർന്ന് റിസ്ക് മാനേജ്മെന്റിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നതും അതിനുവേണ്ടി പ്രയത്നിക്കുന്നതും. ഫിങ്കിന്റെ വിഷനെ വിശ്വസിച്ചുകൊണ്ട് അക്കാലത്ത് പ്രവർത്തിച്ചിരുന്ന മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ബ്ലാക്ക് സ്റ്റോണിന്റെ തലവൻ പീറ്റർ പീറ്റേഴ്സൺ ഇനിഷ്യൽ ഫണ്ട് നൽകുന്നതിന് തയ്യാറാവുകയായിരുന്നു. ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകളാണ് ബ്ലാക്ക് സ്റ്റോൺ കൂടുതലായും ശ്രദ്ധിച്ചിരുന്നത്. അങ്ങനെ ലാരി ഫിങ്കിന്റെ ഐഡിയയിൽ ഉരുത്തിരിഞ്ഞു വന്ന കമ്പനിക്ക് പീറ്റേഴ്സൺ ബ്ലാക്ക് സ്റ്റോൺ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് നാമകരണം ചെയ്തു. മാസങ്ങൾക്കുള്ളിൽ കമ്പനി പ്രോഫിറ്റബിൾ ആകുകയും 1989ഓടെ $2.7 ബില്യൺ അസറ്റ്സ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഫിങ്കിന്റെ ഈ ബോണ്ട് ബിസിനസ്സിൽ 50% സ്റ്റേക്ക് ബ്ലാക്ക് സ്റ്റോണിനുണ്ടായിരുന്നു. പിന്നീട് 40% കുറയുകയും ചെയ്തു. 1992 ആയപ്പോഴേക്കും ബ്ലാക്ക് സ്റ്റോണിന്റെ ഷെയർ ഹോൾഡിംഗ്സ് 36% കുറഞ്ഞു. ഈ സമയം കമ്പനിയെ പബ്ലിക് ലിസ്റ്റ് ചെയ്യാൻ സ്റ്റീഫൻ A. ഷ്വാർട്സ്മാനും ഫിങ്കും തീരുമാനിച്ചു. ഇതിനെ തുടർന്ന് ബ്ലാക്ക് റോക്ക് എന്ന പേര് കമ്പനി സ്വീകരിച്ചു. 1992 വർഷത്തിന്റെ അവസാനത്തോടെ ഏകദേശം $17 ബില്യൺ ആസ്തിയാണ് ബ്ലാക്ക് റോക്ക് കൈകാര്യം ചെയ്തിരുന്നത്. 1994 ആയപ്പോഴേക്കും ഇത് $53 ബില്യൺ വർദ്ധിച്ചു. എന്നാൽ ഇക്കാലയളവിൽ ഷ്വാർട്സ്മാന്റെയും ഫിങ്കിന്റെയും ഇടയിൽ ഒരു അഭിപ്രായ ഭിന്നത വളർന്നു വന്നു. തങ്ങളുടെ കമ്പനിയിൽ പുതിയ നിക്ഷേപകരെ ഉൾപ്പെടുത്തണമെന്ന് ഫിങ്ക് ആവശ്യമുന്നയിച്ചു. എന്നാൽ ബ്ലാക്ക് സ്റ്റോണിന്റെ പങ്കാളിത്തം ഇനിയും കുറയ്ക്കുന്നതിന് ഷ്വാർട്സ്മാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഭിന്നതയെ തുടർന്ന് ഷ്വാർട്സ്മാൻ ബ്ലാക്ക് റോക്ക് വിൽക്കുന്നതിന് തീരുമാനിച്ചു. തന്റെ ജീവിതത്തിലെ ഹീറോയിക് മിസ്റ്റേക്ക് എന്ന് അദ്ദേഹം പിന്നീട് ഈ തീരുമാനത്തെ വിശേഷിപ്പിച്ചു. 1994 ജൂണിൽ ബ്ലാക്ക് സ്റ്റോൺ അവരുടെ $23 ബില്യൺ ആസ്തിയുള്ള മോർഗേജ് സെക്യൂരിറ്റീസ് യൂണിറ്റ് $240 മില്യൺ PNC ഫൈനാൻഷ്യൽ സർവീസസിന് വിറ്റു. ബ്ലാക്ക് സ്റ്റോൺ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ യൂണിറ്റ് പിന്നീട് ബ്ലാക്ക് റോക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന പേരിലേക്ക് മാറ്റി. ബ്ലാക്ക് റോക്കിന്റെ CEO ഫിങ്ക് ചുമതലയേൽക്കുകയും ചെയ്തു. 1999 ബ്ലാക്ക് റോക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴേക്ക് കമ്പനി കൈകാര്യം ചെയ്യുന്ന ആസ്തിയുടെ മൂല്യം $165 ബില്യൺ വർദ്ധിച്ചിരുന്നു.
തങ്ങളുടെ ബിസിനസ് ഇന്റേണലി വളർന്നതോടൊപ്പം മറ്റ് കമ്പനികളെ അക്വയർ ചെയ്തുകൊണ്ട് കൂടുതൽ എക്സ്പാൻഷൻ പ്രവർത്തനങ്ങൾ കമ്പനി ഊർജിതമായി തന്നെ തുടർന്നു. 2000-ൽ ബ്ലാക്ക് റോക്ക് അവരുടെ റിസ്ക് മാനേജ്മെന്റ് ഡിവിഷനായ ബ്ലാക്ക് റോക്ക് സൊല്യൂഷൻസ് ലോഞ്ച് ചെയ്തു. അലാദിൻ അഥവാ അസറ്റ് ലയബിലിറ്റി ആൻഡ് ഡെപ്റ്റ് ആൻഡ് ഡെറിവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് നെറ്റ്വർക്ക് എന്ന ഇലക്ട്രോണിക് സിസ്റ്റം അവർ ഈ സമയത്താണ് ഡെവലപ്പ് ചെയ്തത്. 2004-ലാണ് കമ്പനിയുടെ മേജർ അക്വിസിഷൻ നടക്കുന്നത്. സ്റ്റേറ്റ് സ്ട്രീറ്റ് റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഹോൾഡിംഗ്സ് കമ്പനിയായ SSRM ഹോൾഡിംഗ്സ് ഇങ്കിന്റെ ഏറ്റെടുക്കലായിരുന്നു അത്. ഈ ഏറ്റെടുക്കലോടെ കമ്പനിയുടെ AUM $314 ബില്യൺ നിന്നും $325 ബില്യൺ ഉയർന്നു. 2006-ൽ മെറിൽ ലിഞ്ച് ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സ് ഡിവിഷനായിട്ടുള്ള മെർജർ കമ്പനിക്ക് മറ്റൊരു വഴിത്തിരിവായി. മെറിൽ 49.5% ഓഹരികളാണ് സ്വന്തമാക്കിയത്. പിന്നീടും ബ്ലാക്ക് റോക്ക് ഏറ്റെടുക്കലിൽ തുടർന്നു. ക്വില്ലോസ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, R3 ക്യാപിറ്റൽ മാനേജ്മെന്റ് പോലുള്ള കമ്പനികളെ പിന്നീട് ഏറ്റെടുത്തിരുന്നു. 2009-ൽ US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ബ്ലാക്ക് റോക്ക് സൊല്യൂഷൻസിന് നിർണായകമായ ദൗത്യം ഏൽപ്പിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന 2007-2008-ൽ ഉണ്ടായ ഫൈനാൻഷ്യൽ ക്രൈസിസ് ബാധിച്ച ബെയർ സ്റ്റേൺസ്, അമേരിക്കൻ ഇന്റർനാഷണൽ ഗ്രൂപ്പ്, ഫ്രെഡി മാക്, മോർഗൻ സ്റ്റാൻലി അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ ആസ്തികൾ വിശകലനം ചെയ്യുന്നതിനും വില നിശ്ചയിക്കുന്നതിനുമുള്ള ദൗത്യമാണ് ബ്ലാക്ക് റോക്കിന് ലഭിച്ചത്. പിന്നീട് ബെയർ സ്റ്റേൺസിന്റെയും അമേരിക്കൻ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെയും $130 ബില്യൺ കടമടയ്ക്കുന്നതിന് തീർക്കാൻ ഫെഡറൽ റിസർവ് ബ്ലാക്ക് റോക്കിന് അനുമതി നൽകി. US സമ്പദ് വ്യവസ്ഥയിൽ അവിഭാജ്യ ഘടകമായി മാറുവാൻ ബ്ലാക്ക് റോക്കിന് അപ്പോഴേക്കും സാധിച്ചിരുന്നു. ക്രൈസിസിനെ തുടർന്ന് മറ്റൊരു പ്രമുഖ ഗ്ലോബൽ ഇൻവെസ്റ്ററായ ബാർക്ലേസ് അവരുടെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ബിസിനസ്സായ iShares $13.5 ബില്യൺ ബ്ലാക്ക് റോക്കിന് വിറ്റു. എങ്കിലും ബ്ലാക്ക് റോക്കിന്റെ 20% സ്റ്റേക്ക് ബാർക്ലേസും ഏറ്റെടുത്തിരുന്നു. ഇങ്ങനെ ഏറ്റെടുക്കലുകളും വളർച്ചയും തുടർന്ന ബ്ലാക്ക് റോക്ക് 2011-ലാണ് S&P 500 ഇൻഡെക്സിൽ ആഡ് ചെയ്യപ്പെടുന്നത്. 2013-ൽ മോസ്റ്റ് അഡ്മയർഡ് കമ്പനീസ് എന്ന ഫോർച്യൂൺ തയ്യാറാക്കിയ പട്ടികയിൽ 50-ാം സ്ഥാനത്ത് ഇടം പിടിക്കാൻ ബ്ലാക്ക് റോക്കിന് സാധിച്ചു. 2014-ലാണ് ആദ്യമായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിഗസ്റ്റ് അസറ്റ് മാനേജർ എന്ന പദവി കമ്പനി സ്വന്തമാക്കുന്നത്. അപ്പോഴേക്കും $4 ട്രില്യൺ ആസ്തി ബ്ലാക്ക് റോക്ക് സ്വന്തമാക്കിയിരുന്നു. ബ്ലാക്ക് റോക്കിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് സിംഹഭാഗവും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു. എങ്കിലും ഏകദേശം $51 ബില്യൺ ആസ്തിയുടെ ഹെഡ്ജ് ഫണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്ന ബ്ലാക്ക് റോക്ക് ഗ്ലോബൽ അസറ്റ് ഹെഡ്ജ് ഫണ്ട് നഷ്ടത്തെ തുടർന്ന് അടച്ചുപൂട്ടേണ്ടി വന്നു. മ്യൂച്വൽ ഫണ്ട്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നിവയിലാണ് കമ്പനി കൂടുതൽ ശോഭിച്ചത്. 2020-ൽ ബ്ലാക്ക് റോക്കിന്റെ മേജർ ഷെയർ ഹോൾഡർ ആയിരുന്ന PNC ഫൈനാൻഷ്യൽ സർവീസസ് $14.4 ബില്യൺ ഓഹരികൾ വിറ്റഴിച്ചു. COVID-19 ശേഷം പല കോർപ്പറേറ്റ് ബോണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഫെഡറൽ റിസർവ് ബ്ലാക്ക് റോക്കിനെ ചുമതല ഏൽപ്പിച്ചു. 2020-ൽ മ്യൂച്വൽ ഫണ്ട് ബിസിനസ് തുടങ്ങുന്നതിന് ചൈന സെക്യൂരിറ്റീസ് റെഗുലേഷൻ കമ്മീഷൻ ആദ്യമായി അനുമതി ലഭിച്ചു. ഇതോടെ രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുന്നതിന് ചൈനീസ് സർക്കാരിൽ നിന്നും അനുമതി ലഭിക്കുന്ന ആദ്യത്തെ ഗ്ലോബൽ അസറ്റ് മാനേജർ എന്ന പദവിയും കമ്പനി കരസ്ഥമാക്കി. ഈ അനുമതിക്ക് ശേഷം ഇന്ത്യയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ബ്ലാക്ക് റോക്ക് കുറയ്ക്കുകയും ചൈനയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൂട്ടുകയും ചെയ്തു. ചൈനയിലേക്കുള്ള പ്രവേശനം പല വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്. 2023 ജൂണിൽ US ബാങ്കുകൾ നേരിട്ട ക്രൈസിസിൽ സിഗ്നേച്ചർ ബാങ്ക്, സിലിക്കൺ വാലി ബാങ്ക് എന്നിവയുടെ $114 ബില്യൺ അസറ്റ് വിറ്റഴിക്കുന്നതിന് കമ്പനിയാണ് ചുമതല ഏർപ്പെടുത്തിയത്. ഇക്കാലയളവിലെല്ലാം പല പുതിയ പ്രൊഡക്റ്റുകളും കമ്പനി അവതരിപ്പിച്ചിരുന്നു. സ്പോട്ട് ബിറ്റ്കോയിൻ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, iShare ബിറ്റ്കോയിൻ ട്രസ്റ്റ് ETF ഒക്കെ കമ്പനി ലോഞ്ച് ചെയ്തു. ഇത്രയും സമയം നമ്മൾ കമ്പനിയുടെ കോർ ബിസിനസ്സുകളെ കുറിച്ചാണ് സംസാരിച്ചത്. ഗ്ലോബലി അവരുടെ പ്രസൻസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പല സോഷ്യോ എക്കണോമിക് കാര്യങ്ങളിൽ കൃത്യമായ കോൺട്രിബ്യൂഷൻ നൽകുന്നതിനും ബ്ലാക്ക് റോക്ക് ശ്രദ്ധിച്ചു. 2030 100% റിന്യൂവബിൾ എനർജി അച്ചീവ് ചെയ്യുന്നതിന്റെ ഭാഗമായി സോളാർ, വിൻഡ്, ഗ്രീൻ ഹൈഡ്രജൻ, ബാറ്ററി സ്റ്റോറേജ്, EV ചാർജിംഗ് പ്രൊജക്ട്സ് എന്നിവയ്ക്ക് $2 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ന്യൂസിലാൻഡുമായി ധാരണയിൽ ഒപ്പുവെച്ചത് ഇതിനൊരു ഉദാഹരണം മാത്രം. ഫൈനാൻഷ്യൽ മേഖലയിൽ രാജ്യങ്ങൾക്കിടയിൽ ആധിപത്യം വളർത്തിയെടുക്കാൻ ബ്ലാക്ക് റോക്കിന് സാധിച്ചു. വളർന്നു വരുന്ന ബഹുഭൂരിഭാഗം കമ്പനികളിലും ടോപ്പ് ഷെയർ ഹോൾഡർ പട്ടികയിൽ മുന്നിട്ട് നിൽക്കാൻ കമ്പനി ശ്രദ്ധിച്ചു. തങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകരുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള പബ്ലിക്കലി ട്രേഡഡ് കമ്പനികളിൽ നിക്ഷേപം നടത്തിയിരുന്നത്. അതിനാൽ തന്നെ ബ്ലാക്ക് റോക്കിനെതിരെ ആരോപണങ്ങളും ശക്തമായിരുന്നു. ദ എക്കണോമിസ്റ്റ് ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും വലിയ ഷാഡോ ബാങ്ക് എന്നാണ് കമ്പനിയെ വിശേഷിപ്പിച്ചത്. 2020-ൽ ബ്ലാക്ക് റോക്ക് ഉൾപ്പെടെയുള്ള ഷാഡോ ബാങ്കുകൾക്കെതിരെ US ഹൗസ് ബില്ല് അവതരിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായി. 2017-ൽ ESG അഥവാ എൻവയോൺമെന്റൽ, സോഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് മാനദണ്ഡങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കമ്പനി പ്രവർത്തനം ആരംഭിച്ചു. എൻവയോൺമെന്റൽ ഇഷ്യൂസ് കാണിച്ചുകൊണ്ട് പല പ്രവർത്തനങ്ങളും ബ്ലാക്ക് റോക്ക് നടത്തിയിരുന്നു.
ഒപ്പം ജെൻഡർ ഡൈവേഴ്സിറ്റി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ നടത്തി. എന്നാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഇതേ കമ്പനി കോൾ ഫയർഡ് പവർ സ്റ്റേഷനുകളിൽ ഏകദേശം $11 ബില്യൺ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. അതായത് ഈ ഇൻഡസ്ട്രിയിലെ ഏകദേശം 56 കമ്പനികളിൽ ബ്ലാക്ക് റോക്കിന് നിക്ഷേപമുണ്ടായിരുന്നു. ഓയിൽ, ഗ്യാസ്, തെർമൽ, കോൾ റിസർവുകളിൽ മറ്റു ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റുകളെക്കാൾ നിക്ഷേപം ബ്ലാക്ക് റോക്ക് നടത്തി. സിറ ക്ലബ്, ആമസോൺ വാച്ച് മുതലായ എൻവയോൺമെന്റൽ ഗ്രൂപ്പുകൾ ക്ലൈമറ്റ് ഡിസ്ട്രക്ഷൻ നടക്കുന്നതിന്റെ പ്രധാന കാരണക്കാരനായി ബ്ലാക്ക് റോക്കിനെ ചൂണ്ടിക്കാണിച്ചു. US ഫെഡറൽ റിസർവുമായുള്ള ബന്ധം മുതലെടുത്തുവെന്ന ആരോപണങ്ങളും കോവിഡ് കാലങ്ങളിൽ ഉയർന്നിരുന്നു. ഇങ്ങനെ വിവാദങ്ങളും ആരോപണങ്ങളും പ്രത്യക്ഷമായും പരോക്ഷമായും ബ്ലാക്ക് റോക്ക് ഒരു വശത്ത് നേരിടുമ്പോഴും തങ്ങളുടെ ഡോമിനൻസ് ഗ്ലോബലി വ്യാപിപ്പിക്കുന്നതിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. ഇന്ന് 100-ലധികം രാജ്യങ്ങളിലായി ബ്ലാക്ക് റോക്കിന്റെ സേവനങ്ങൾ എത്തുന്നുണ്ട്. 30 രാജ്യങ്ങളിലായി 70 ഓഫീസുകൾ കമ്പനിക്കുണ്ട്. എപ്പോഴാണ് ബ്ലാക്ക് റോക്കിന്റെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം? നമുക്ക് നോക്കാം. 1994 ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ സർവീസസ് കമ്പനിയായ UTI അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുമായുള്ള ജോയിന്റ് വെഞ്ചർ സ്ഥാപിക്കുന്നതിലൂടെയാണ് ആദ്യമായി ബ്ലാക്ക് റോക്ക് ഇന്ത്യയിൽ സാന്നിധ്യം അറിയിക്കുന്നത്. ബ്ലാക്ക് റോക്ക് UTI എന്നാണ് ഈ ജോയിന്റ് വെഞ്ചർ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 2006 UTIയുടെ ശേഷിക്കുന്ന സ്റ്റേക്കും സ്വന്തമാക്കി ബിസിനസിന്റെ മുഴുവൻ കൺട്രോളും ഏറ്റെടുത്തു. ഇതോടെ ബ്ലാക്ക് റോക്ക് ഇന്ത്യ എന്ന പേരിൽ കമ്പനി അറിയപ്പെട്ടു. ഗുരുഗ്രാം, മുംബൈ, ബാംഗ്ലൂർ എന്നിങ്ങനെ ഇന്ത്യയുടെ മേജർ സിറ്റികളിലാണ് ബ്ലാക്ക് റോക്ക് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ പല മുൻനിര ലാർജ് ക്യാപ് കമ്പനികളിലും നല്ലൊരു ശതമാനം ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്കുണ്ട്. വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യയിലെ ബിസിനസ് ടൈക്കോൺ മുകേഷ് അംബാനിയുമായി ചേർന്ന മ്യൂച്വൽ ഫണ്ട് ബിസിനസ് മറ്റൊരു ഉദാഹരണമാണ്. കമ്പനിയുടെ ഇന്ത്യൻ കമ്പനികളിലെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ഇന്ത്യൻ കമ്പനികളിലും നിക്ഷേപം നടത്താൻ ബ്ലാക്ക് റോക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ബൈജൂസ്, പേടിഎം, പൈൻ ലാബ്സ് പോലുള്ള കമ്പനികൾ ഇതിനുദാഹരണമാണ്. എങ്കിലും 2021 ചൈനയിലേക്കുള്ള നിക്ഷേപം ഉയർത്തിയ സാഹചര്യത്തിൽ ബ്ലാക്ക് റോക്ക് ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചിരുന്നു. ബ്ലാക്ക് റോക്ക് ഇന്ത്യ ഫണ്ടിൽ ഇൻഫോസിസ്, റിലയൻസ്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, TCS, മാരുതി, ICICI ബാങ്ക്, ലാർസൻ ആൻഡ് ട്യൂബ്രോ, അൾട്രാടെക് സിമന്റ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ കമ്പനികൾക്കാണ് കൂടുതൽ വെയിറ്റേജ് നൽകിയിരിക്കുന്നത്. 2024 സ്വാൻ എനർജി, തിത്തക്കർ റെയിൽ സിസ്റ്റം, ഹ്യൂണ്ടായി മോട്ടോഴ്സ് ഇന്ത്യ, ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗ്സ്, PTC ഇന്ത്യ പോലുള്ള പല കമ്പനികളുടെയും സ്റ്റേക്കും ബ്ലാക്ക് റോക്ക് ഏറ്റെടുത്തു. ബ്ലാക്ക് റോക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന അല്ലെങ്കിൽ സെയിൽ നടത്തുന്ന ഇന്ത്യൻ കമ്പനികളുടെ ഓഹരികൾ വാർത്തകൾക്ക് പിന്നാലെ മൂവ്മെന്റ് ഉണ്ടായതായി ഒരുപക്ഷെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ലോകത്തിലെ ഏറ്റവും വലിയ ബിറ്റ്കോയിൻ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്തും AI ഡാറ്റ അനലിറ്റിക് മാർക്കറ്റിൽ സ്ഥാനമുറപ്പിച്ചും അപ്ഡേറ്റഡ് ആയി തന്നെയുള്ള എക്സ്പാൻഷൻ ഈ ഇൻവെസ്റ്റ്മെന്റ് ജയന്റിനെ ഉറപ്പാക്കുന്നു. ജിയോഫിനായി ചേരുന്ന ജോയിന്റ് വെഞ്ചറിലൂടെ ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തിലെ ഡൊമിനൻസിന്റെ ഒരു തുടക്കമാകുമോ എന്നത് കാത്തിരുന്നു കാണാം.